ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ 10th പ്രിലിംസിൻ്റെ എക്സാം നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ഡി എസിൻ്റെ എക്സാമും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ കമ്പനി ബോർഡ് എൽ ഡി എസ് അതുപോലെ തന്നെ ബെവ്കോ എൽ ഡി സിയുടെ ഒക്കെ പ്രിലിംസ് വരുന്നത് ഈ ഒരു ജൂലൈ 18-ാം തീയതിയാണ്. അതിനുശേഷം ഓഗസ്റ്റ് 2-ാം തീയതിയായിട്ട് 2 ഘട്ടങ്ങളിലുള്ള ഒരു എക്സാം വരുന്നുണ്ട്. അപ്പോൾ 3-4 ഘട്ടങ്ങളായിട്ടുള്ള എക്സാം ആ ദിവസമാണ് നടക്കുന്നത്. അപ്പോൾ അതിനുള്ള എക്സാമിനുള്ള പ്രിപ്പറേഷൻസ് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു, പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് മോഡൽ പേപ്പറാണ് കേട്ടോ. അപ്പോൾ മോഡൽ പേപ്പർ എന്ന് വെച്ചാൽ ഇപ്പോൾ 10th പ്രിലിംസ് എക്സാം എഴുതുന്നവർക്കും കമ്പനി ബോർഡ് എൽ ഡി എസ് എക്സാം എഴുതുന്നവർക്കൊക്കെ ഒരു മോഡൽ പേപ്പർ നമുക്ക് ചെയ്ത് നോക്കാം. എത്രയാണ് മാർക്ക് കിട്ടിയതെന്നൊക്കെ ഒന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എത്രയാണ് മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മാത്സ് അറിയാത്തവർക്കായിട്ട് ഇതിൻ്റെ മാത്സ് എക്സ്പ്ലനേഷൻ കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഒക്കെ എന്താണ് മോഡൽ പേപ്പറാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ എന്താണ് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആയിരിക്കണം ചോദിക്കണേ അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ കമ്പനി ബോർഡ് എൽ ഡി എസിൻ്റെയും അതുപോലെ തന്നെ എൽ ഡി സി വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എന്നീ എക്സാമുകളുടെയൊക്കെ SCERT ചാപ്റ്റേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് മാത്രമായിട്ടുള്ള SCERT ചാപ്റ്റേഴ്സ് നമ്മൾ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ടാണ് ചെയ്യുന്നത്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCERT ക്ലാസ്സുകളും ഉൾപ്പെടുത്തിയിട്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഇന്ത്യ ഹിസ്റ്ററി അതുപോലെ തന്നെ എക്കണോമിക്സ് പിന്നെ ഫിസിക്സിലെ ചലനം ബലം പ്രകാശമൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ചിലപ്പോൾ 3-4 മണിക്കൂറിനായിരിക്കും. കാരണം 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലാതെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മോക്ക് ടെസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ടോപ്പിക് വൈസ് ആയിട്ട്. ഇപ്പോൾ നമുക്ക് ഫിസിക്സിൽ ഇപ്പോൾ ചലനം എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകൾ തരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാ സബ്ജക്റ്റിലെയും ഓരോ ടോപ്പിക് വീതം മോക്ക് ടെസ്റ്റും തരുന്നുണ്ട്. അതുപോലെ തന്നെ മോഡൽ പേപ്പേഴ്സ് ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ കമ്പനി ബോർഡ് എൽ ഡി എസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് എൽ ജി എസ് മാതൃകയിൽ ചോദിച്ചിട്ടുള്ള മാതൃകാ ചോദ്യ പേപ്പേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ അല്ലേ. എൽ ജി എസ് മാതൃകയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ PSC ചോദിച്ച ചോദ്യങ്ങളുണ്ടല്ലോ, അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് 8 ക്ലാസ്സോളം നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി എൽ ജി എസ് മാതൃകയിലുള്ള ചോദ്യ പേപ്പേഴ്സ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും അത് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ മോഡൽ പേപ്പേഴ്സ് നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCERT ക്ലാസ്സുകളും ഓരോ ക്ലാസ് വൈസ് ആയിട്ട് നമ്മൾ സോഷ്യലും സയൻസും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളും കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. അപ്പോൾ ഈ ഒരു മാർക്ക് നമുക്കിതിൻ്റെ കട്ട് ഓഫ് മാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന എത്ര മാർക്കാണ്? 67 മാർക്കാണ്. 67 മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ 10th പ്രിലിംസ് പാസ്സാവും എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. US ശാസ്ത്രജ്ഞരായ മേരി ബ്രെങ്കോവ്, ഫ്രെഡ് റാംസ്ഡെൽ, ജാപ്പനീസ് ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഷിമോൺ സക്കാഗുച്ചി എന്നിവർക്ക് 2025 ഏത് വിഷയത്തിലാണ് നോബൽ സമ്മാനം ലഭിച്ചത്? US ശാസ്ത്രജ്ഞരായ മേരി ബ്രെങ്കോവ്, ഫ്രെഡ് റാംസ്ഡെൽ, ജാപ്പനീസ് ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഷിമോൺ സക്കാഗുച്ചി എന്നിവർക്ക് 2025 ഏത് വിഷയത്തിലാണ് നോബൽ സമ്മാനം ലഭിച്ചത്? അപ്പോൾ നോബൽ സമ്മാനങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗത്തും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മീൻസ് 2026 ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കലാകായികം സാഹിത്യം നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ. അതിലൊക്കെ നോബൽ സമ്മാനം നമ്മൾ കുറേ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞതാണ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ A ആണ്, വൈദ്യശാസ്ത്രം. ക്ലിയർ ആണല്ലോ, കിട്ടിയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2025 കേരള ക്രിക്കറ്റ് ലീഗിൽ ചാമ്പ്യന്മാർ ആരാണ്? 2025 കേരള ക്രിക്കറ്റ് ലീഗിൽ ചാമ്പ്യന്മാർ ആരാണ്? ആൻസർ ഓപ്ഷൻ C ആണ്, കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഛത്തീസ്ഗഡിൽ നിന്നും ജ്ഞാനപീഠം നേടുന്ന ആദ്യ എഴുത്തുകാരൻ ആരാണ്? ഛത്തീസ്ഗഡിൽ നിന്നും ജ്ഞാനപീഠം നേടുന്ന ആദ്യ എഴുത്തുകാരൻ ആരാണ്? ഒരു ക്ലൂ കൂടെ തരാം. 2025 ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ്. ആരാണ്? ഓപ്ഷൻ A ആണ്, വിനോദ് കുമാർ ശുക്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2025 ലോക ജൂനിയർ ചെസ് കിരീടം നേടിയ രാജ്യം ഏതാണ്? 2025 ലോക ജൂനിയർ ചെസ് കിരീടം നേടിയ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ B ആണ്, ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ സ്വന്തമായി ഉപഗ്രഹമുള്ള സംസ്ഥാനമാകാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ സ്വന്തമായി ഉപഗ്രഹമുള്ള സംസ്ഥാനമാകാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്?
ആൻസർ ഓപ്ഷൻ സി ആണ്, അസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രീനാരായണ ഗുരു ഏത് വ്യക്തിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ 100ാം വാർഷികമാണ് 2025 മാർച്ച് 12 ആഘോഷിച്ചത്? ശ്രീനാരായണ ഗുരു ഏത് വ്യക്തിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ 100ാം വാർഷികമാണ് 2025 മാർച്ച് 12 ആഘോഷിച്ചത്? ആൻസർ ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി. 1925 മാർച്ച് 12 ശ്രീനാരായണ ഗുരു ഗാന്ധിജിയെ കണ്ടുമുട്ടുന്നത് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷ ആര്? രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷ ആര്? ആൻസർ ഓപ്ഷൻ ബി കിർസ്റ്റി കവൻട്രി. കിർസ്റ്റി കവൻട്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2025 മാർച്ചിൽ അന്തരിച്ച ബോക്സിംഗ് ഇതിഹാസം ആരാണ്? 2025 മാർച്ചിൽ അന്തരിച്ച ബോക്സിംഗ് ഇതിഹാസം ആരാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ജോർജ് ഫോർമാൻ. നെക്സ്റ്റ്. ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്നതിൻ്റെ റെക്കോർഡ് ആരെ മറികടന്നാണ് പിണറായി വിജയൻ നേടിയത്? ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്നതിൻ്റെ റെക്കോർഡ് ആരെ മറികടന്നാണ് പിണറായി വിജയൻ നേടിയത്? ആൻസർ ഓപ്ഷൻ എ സി അച്യുതമേനോൻ. നെക്സ്റ്റ്. ഗോംബസ് സാമൂരിനോറം എന്ന പുതിയ ഇനം ഫംഗസിനെ കണ്ടെത്തിയ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലേ, വയനാടാണ്. ഗോംബസ് സാമൂരിനോറം എന്ന പുതിയ ഇനം ഫംഗസിനെ കണ്ടെത്തിയ ജില്ല ഏതാണ്? വയനാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2024 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? 2024 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഇൻസാറ്റ് 3DS. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വേദി തന്നിരിക്കുന്നതിൽ ഏത്? 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലേ, ഇന്ത്യയാണ്, ഇന്ത്യ. നെക്സ്റ്റ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മിത്രവിഭൂഷണ എന്ന പരമോന്നത സിവിലിയൻ ബഹുമതി സമ്മാനിച്ച രാജ്യം ഏതാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മിത്രവിഭൂഷണ എന്ന പരമോന്നത സിവിലിയൻ ബഹുമതി സമ്മാനിച്ച രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ശ്രീലങ്ക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ ഏത് തുറമുഖത്തിൽ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ ഏത് തുറമുഖത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി മുംബൈ. ഹാർട്ട് ലാമ്പ് ആരുടെ ചെറുകഥാ സമാഹാരമാണ്? ഹാർട്ട് ലാമ്പ് ആരുടെ ചെറുകഥാ സമാഹാരമാണ്? ആൻസർ ഓപ്ഷൻ ബി ബാനു മുഷ്താഖ്. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക 2025 ഇന്ത്യക്ക് എത്രാം സ്ഥാനം? ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക 2025 ഇന്ത്യക്ക് എത്രാം സ്ഥാനം? ആൻസർ ഓപ്ഷൻ ഡി 151. മികച്ച ചിത്രത്തിനുള്ള 97ാം ഓസ്കാർ പുരസ്കാരം നേടിയ സിനിമ? മികച്ച ചിത്രത്തിനുള്ള 97ാം ഓസ്കാർ പുരസ്കാരം നേടിയ സിനിമ? ആൻസർ ഓപ്ഷൻ ബി അനോറ. അനോറ. 2025 ഡിസംബർ 20 അന്തരിച്ച മലയാള നടൻ ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിന്താവിഷ്ടയായ ശ്യാമളയ്ക്ക് സാമൂഹിക പ്രസക്തിയുള്ള മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ലഭിച്ച വർഷം ഏതാണ്? 2025 ഡിസംബർ 20 അന്തരിച്ച മലയാള നടൻ ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിന്താവിഷ്ടയായ ശ്യാമളയ്ക്ക് സാമൂഹിക പ്രസക്തിയുള്ള മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ലഭിച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 1998. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2020 ഒരു വർഷം 3 സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? 2020 ഒരു വർഷം 3 സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? ആൻസർ ഓപ്ഷൻ
സി ആണ് സഞ്ജു സാംസൺ. IFFK 2025 മികച്ച സിനിമയ്ക്കുള്ള സുവർണ ചകോരം നേടിയ സിനിമ. IIFK 2025 മികച്ച സിനിമയ്ക്കുള്ള സുവർണ ചകോരം നേടിയ സിനിമ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 2 Seasons 2 Strangers. 2 Seasons 2 Strangers. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് പഴശ്ശി രാജ. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ക്ഷേത്രപ്രവേശന വിളംബരം. തുലാം 10 സമരം എന്നറിയപ്പെടുന്നത്. തുലാം 10 സമരം എന്നറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ ബി പുന്നപ്ര വയലാർ സമരം. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ രചയിതാവ്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ രചയിതാവ്. ആൻസർ ഓപ്ഷൻ ഡി VT ഭട്ടതിരിപ്പാട്. കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം. കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം. ആൻസർ ഓപ്ഷൻ ഡി പ്രത്യക്ഷ രക്ഷാദൈവ സഭ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് കാസർഗോഡ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ടയിലെ പ്രധാന നദികൾ ഏതെല്ലാം? ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ടയിലെ പ്രധാന നദികൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ പമ്പ, കക്കി. നെക്സ്റ്റ്. കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്തെഴുതുക. കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ് 1, 3 ഇൽമനേറ്റും മോണസൈറ്റും. നെക്സ്റ്റ്. കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം. കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം. ആൻസർ ഓപ്ഷൻ എ പേരമ്പാടി ചുരം. കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം എത്ര? കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം എത്ര? ആൻസർ ഓപ്ഷൻ ഡി 590 കിലോമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായത് ഏത്? തേയില കൃഷി ചെയ്യുന്ന മേഖലയാണ്. തേയില കൃഷി ചെയ്യുന്ന മേഖലയാണ്. ശരിയാണ് അല്ലേ? കുങ്കുമപ്പൂവ്, ഉരുളക്കിഴങ്ങ്, ബാർലി എന്നിവ കൃഷി ചെയ്യുന്നു. ശരിയാണോ? ഹിമാലയം ശരിയാണ്. ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയ ഫലവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. അതും എന്താണ്? ശരിയാണ്. പരുത്തി കൃഷി ചെയ്യുന്ന മേഖല തെറ്റാണ്. നെക്സ്റ്റ്. ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെ? അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെ? സിന്ധു, നർമ്മദ, പെരിയാർ. ആൻസർ ഓപ്ഷൻ ബി ആണ് 1, 3, 4. സിന്ധു, നർമ്മദ, പെരിയാർ. ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏത്? ഉപദ്വീപീയ ഇന്ത്യയിലാണ്. ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏത്? ആൻസർ ഓപ്ഷൻ ബി ഇലപൊഴിയും കാടുകൾ. വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതു. വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ ബി ഉഷ്ണകാലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പശ്ചിമഘട്ടം കടന്നു പോകുന്ന ചില സംസ്ഥാനങ്ങൾ താഴെ തന്നിരിക്കുന്നു. ശരിയായവ തിരഞ്ഞെടുക്കുക. ആന്ധ്രാപ്രദേശ്, ഗോവ, കർണാടക. പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ. ആൻസർ ഓപ്ഷൻ സി 2, 3 ഗോവ, കർണാടക. മൗലിക കടമകൾ ഏത് വിദേശ ഭരണഘടനയിൽ നിന്നുമാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത്? മൗലിക കടമകൾ
ഏത് വിദേശ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ, റഷ്യ. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകളുണ്ട്? ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകളുണ്ട്? ആൻസർ ഓപ്ഷൻ സി 24. താഴെ തന്നിരിക്കുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടില്ലാത്ത വ്യക്തി. താഴെ തന്നിരിക്കുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടില്ലാത്ത വ്യക്തി. ജസ്റ്റിസ് രംഗനാഥ മിശ്ര, ശരിയാണ്, അദ്ദേഹം വഹിച്ചിട്ടുണ്ട് അല്ലേ ചെയർമാൻ സ്ഥാനം. ജസ്റ്റിസ് എസ് രാജേന്ദ്ര ബാബുവും എന്താണ്, ശരിയാണ് അല്ലേ. ഇനിയും ജസ്റ്റിസ് എം.എൻ. വെങ്കിട ചെല്ലയ്യ വരുന്നുണ്ട്. ജസ്റ്റിസ് ഗോപാൽ ബല്ലവ് പട്നായക് വരുന്നില്ല. ആൻസർ ഓപ്ഷൻ ഡി. സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലേ, December 10. യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാര പരിധിയിൽപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാര പരിധിയിൽപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഇൻഷുറൻസ്. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയ്ക്കായി രൂപീകരിച്ച കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയ്ക്കായി രൂപീകരിച്ച കമ്മീഷന്റെ ചെയർമാൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഫസൽ അലി അല്ലേ, ഫസൽ അലി. ബാക്കി 3 പേരുണ്ടായിരുന്നു. മലയാളി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? സർദാർ K.M. പണിക്കരാണ്. പിന്നെ H.N. ഗുൻസ്റുവും ഉണ്ടായിരുന്നു. ഓക്കെ, ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ ഫസൽ അലിയാണ്. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ്? ഗരീബി ഹട്ടാവോ ഏതാ പഞ്ചവത്സര പദ്ധതിയിലാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, 5ാം പഞ്ചവത്സര പദ്ധതിയിലാണ് കേട്ടോ. 5ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുതി നിലയം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുതി നിലയം ഏത്? ആൻസർ ഓപ്ഷൻ ഡി താരാപൂർ. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, എല്ലാം ശരിയാണ്. ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്ര സംഘടനയിലുള്ള വിശ്വാസം. എന്താണ് ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്ര സംഘടനയിലുള്ള വിശ്വാസം. കറക്റ്റ്, ഡയറക്റ്റായിട്ട് നമുക്ക് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അല്ലേ ആ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത്? ചന്ദ്രയാൻ 3 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO വിക്ഷേപിച്ചവ അല്ലാത്തത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണല്ലേ, ഓർബിറ്റർ വരുന്നില്ല. ലാൻഡർ, റോവറും പ്രൊപ്പൽഷൻ മൊഡ്യൂളും വരുന്നുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധി യുഗം എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധി യുഗം എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, 1919 മുതൽ 1947 വരെ. 1857 ഇന്ത്യയിലെ 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ ബീഹാറിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? 1857 ഇന്ത്യയിലെ 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ ബീഹാറിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത്? ആൻസർ ഓപ്ഷൻ സി കൻവർ സിംഗ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി? ആൻസർ ഓപ്ഷൻ ബി ക്ലെമന്റ് ആറ്റ്ലി. സതി, ജാതി വ്യവസ്ഥ, ബാലവിവാഹം എന്നിവയ്ക്കെതിരെ സമരം നടത്തിയ പ്രസ്ഥാനം ഏത്? സതി, ജാതി വ്യവസ്ഥ, ബാലവിവാഹം എന്നിവയ്ക്കെതിരെ സമരം നടത്തിയ പ്രസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ ബി ബ്രഹ്മസമാജം. 1925 കേന്ദ്ര നിയമനിർമ്മാണ സഭയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സ്വരാജ് പാർട്ടി അംഗം? 1925 കേന്ദ്ര നിയമനിർമ്മാണ സഭയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സ്വരാജ് പാർട്ടി അംഗം? ആൻസർ ഓപ്ഷൻ ഡി വിത്തൽഭായ് പട്ടേൽ. ആൻസർ ഓപ്ഷൻ ഡി വിത്തൽഭായ് പട്ടേൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരീരകോശങ്ങൾക്ക് കേടുണ്ടാകാതെ സൂക്ഷ്മാണുക്കളെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്ന ഔഷധങ്ങളെ പറയുന്ന പേരെന്താണ്?
ശരീരകോശങ്ങൾക്ക് കേടുണ്ടാകാതെ സൂക്ഷ്മാണുക്കളെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്ന ഔഷധങ്ങളെ പറയുന്ന പേരെന്താ? ആൻസർ ഓപ്ഷൻ ഡി, ആൻറ്റിബയോട്ടിക്കുകൾ. ആൻറ്റിബയോട്ടിക്കുകൾ. മനുഷ്യഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം എത്ര? മനുഷ്യഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ എ, 4. ചൂടാക്കിയാൽ നശിക്കുന്ന വൈറ്റമിൻ ഏത്? ചൂടാക്കിയാൽ നശിക്കുന്ന വൈറ്റമിൻ ഏത്? ആൻസർ ഓപ്ഷൻ ഡി, വൈറ്റമിൻ സി. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന പനി ഏത്? ബാക്ടീരിയ മൂലമുണ്ടാകുന്ന പനി ഏത്? ആൻസർ ഓപ്ഷൻ സി, എലിപ്പനി. കണ്ണുകളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം. കണ്ണുകളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം. ഓപ്ഷൻ എ, ജീവകം എ. ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി, പല്ലാണ് വരാത്തത്. കണ്ണ്, ചെവി, നാക്ക് ഒക്കെ വരുന്നുണ്ട് അല്ലേ? അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വൈറ്റമിൻ. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വൈറ്റമിൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, വൈറ്റമിൻ സി. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ആൻസർ ഓപ്ഷൻ സി, ജോനാസ് സാൽക്ക്. ജോനാസ് സാൽക്ക്. നേത്രഗോളത്തിൻ്റെ മർദ്ദവർദ്ധനവ് മൂലമുണ്ടാകുന്ന രോഗം. നേത്രഗോളത്തിൻ്റെ മർദ്ദവർദ്ധനവ് മൂലമുണ്ടാകുന്ന രോഗം. ആൻസർ ഓപ്ഷൻ സി, ഗ്ലോക്കോമ. ക്ഷയരോഗത്തിനെതിരെ നൽകുന്ന കുത്തിവയ്പ്പ്. ക്ഷയരോഗത്തിനെതിരെ നൽകുന്ന കുത്തിവയ്പ്പ്. ആൻസർ ഓപ്ഷൻ എ, BCG. ഗോയിറ്റർ എന്ന രോഗം ഏത് ഘടകത്തിൻ്റെ അഭാവം മൂലമാണ് ഉണ്ടാകുന്നത്? ഗോയിറ്റർ എന്ന രോഗം ഏത് ഘടകത്തിൻ്റെ അഭാവം മൂലമാണ് ഉണ്ടാകുന്നത്? ആൻസർ ഓപ്ഷൻ ബി, അയഡിൻ. ജീവശാസ്ത്രപരമായ പാരമ്പര്യവാഹകർ എന്നറിയപ്പെടുന്നത്. ജീവശാസ്ത്രപരമായ പാരമ്പര്യവാഹകർ എന്നറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ ഡി, ജീനുകൾ. രക്താണുക്കളിൽ ഇരുമ്പിൻ്റെ അംശം കുറയുമ്പോഴുണ്ടാകുന്ന രോഗം. രക്താണുക്കളിൽ ഇരുമ്പിൻ്റെ അംശം കുറയുമ്പോഴുണ്ടാകുന്ന രോഗം. ആൻസർ ഓപ്ഷൻ ബി, അനീമിയ. മലിനമായ കുടിവെള്ളം വഴി പകരുന്ന ഒരു രോഗം. മലിനമായ കുടിവെള്ളം വഴി പകരുന്ന ഒരു രോഗം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, കോളറ. രക്തത്തിൽ ഓക്സിജൻ വാഹകശേഷിയെ തടസ്സപ്പെടുത്തുന്ന മലിനീകാരി. രക്തത്തിൽ ഓക്സിജൻ്റെ വാഹകശേഷിയെ തടസ്സപ്പെടുത്തുന്ന മലിനീകാരി. ആൻസർ ഓപ്ഷൻ ബി ആണ്, കാർബൺ മോണോക്സൈഡ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന മൂലകം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന മൂലകം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, നൈട്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ. വൈദ്യുത ഇസ്തിരിപ്പെട്ടിയുടെ ഹീറ്റിംഗ് കോയിൽ നിർമ്മിച്ചിരിക്കുന്നത്. വൈദ്യുത ഇസ്തിരിപ്പെട്ടിയുടെ ഹീറ്റിംഗ് കോയിൽ നിർമ്മിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി, നിക്രോം. സിമൻറ്റ് നിർമ്മാണ വേളയിൽ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ ചേർക്കുന്ന പദാർത്ഥം ഏത്? സിമൻറ്റ് നിർമ്മാണ വേളയിൽ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ ചേർക്കുന്ന പദാർത്ഥം ഏത്? ആൻസർ ഓപ്ഷൻ എ, ജിപ്സം. ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പ്രവർത്തനത്തിന് അടിസ്ഥാനമായ പ്രതിഭാസം ഏത്? ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പ്രവർത്തനത്തിന് അടിസ്ഥാനമായ പ്രതിഭാസം ഏത്? ആൻസർ ഓപ്ഷൻ എ, പൂർണ്ണാന്തര പ്രതിപതനം. ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത ആസിഡ് ഏത്? ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത ആസിഡ് ഏത്? ആൻസർ ഓപ്ഷൻ സി, ഹൈഡ്രോക്ലോറിക് ആസിഡ്. വില്ലൻ ചുമ രോഗത്തിൻ്റെ രോഗകാരി. വില്ലൻ ചുമ രോഗത്തിൻ്റെ രോഗകാരി. ആൻസർ ഓപ്ഷൻ ബി, ബോർഡെല്ല പെർട്യൂസിസ്. ബോർഡെല്ല പെർട്യൂസിസ്. കേരളത്തിൽ എത്ര ജില്ലാ പഞ്ചായത്തുകളുണ്ട്? കേരളത്തിൽ എത്ര ജില്ലാ പഞ്ചായത്തുകളുണ്ട്? ആൻസർ ഓപ്ഷൻ ബി, 14. ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന പ്രക്രിയ. ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന പ്രക്രിയ. ആൻസർ ഓപ്ഷൻ ബി, ചാലനം. ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞയായി പ്രഖ്യാപിച്ചതെന്ന്. ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞയായി പ്രഖ്യാപിച്ചതെന്ന്. ആൻസർ ഓപ്ഷൻ സി, 1965 ജനുവരി 26. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന സൗജന്യ ചികിത്സാ പദ്ധതി. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന സൗജന്യ ചികിത്സാ പദ്ധതി. ആൻസർ ഓപ്ഷൻ ബി, ആരോഗ്യ കിരണം. തമിഴ്നാടിൻ്റെ ഔദ്യോഗിക മൃഗം. തമിഴ്നാടിൻ്റെ ഔദ്യോഗിക മൃഗം. ആൻസർ ഓപ്ഷൻ ഡി, വരയാട്.
സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ ഡി, കൊച്ചി. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി പി ടി ഉഷ. എച്ച് എസ് പ്രണോയ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി, ബാഡ്മിൻ്റൺ. കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി, പന്നിയൂർ. നെക്സ്റ്റ് മാത്സ് ആണ്, നോക്കാം. നമുക്ക് കുറച്ച് ചിഹ്നങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാനാണ്. ആൻസർ ഏതാ വരാം? 48 പ്ലസിന് പകരം ഏതാ വന്നിരിക്കുന്നത്? പ്ലസിന് പകരം ഹരണമാണ്. 48 ഹരണം 16. പിന്നെ ഹരണത്തിന് പകരം വന്നിട്ടുള്ളത് മൈനസ് ആണ്, -4. മൈനസിന് പകരം വന്നിട്ടുള്ളത് ഇൻറ്റു ആണ്. ഇവിടെ അല്ലേ ഇൻറ്റു വന്നേ. ഇൻറ്റു 2 അല്ലേ. ഇനി ഇൻറ്റുവിന് പകരം വന്നിട്ടുള്ളത് പ്ലസ് ആണ് കേട്ടോ, പ്ലസ്. ഇനി ആൻസർ ചെയ്ത് നോക്കൂ. എത്രയാണ് വരുന്നത്? ആദ്യം തന്നെ ഡിവിഷൻ ചെയ്യണം. 16/4 ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടിയില്ലേ. ഞാൻ ചിഹ്നം മാറ്റിയിട്ടില്ല കേട്ടോ. 48 ഹരണം 16 -4 ഇൻറ്റു 2 + 8. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത്. ചിഹ്നം മാറ്റിയിട്ടിട്ടുള്ളതാണ്. 48/16 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 48/16. ആദ്യം ഹരണം ചെയ്യണം. അപ്പം 3 കിട്ടിയില്ലേ. 3 - 4 ഇൻറ്റു 2, പിന്നെ ഇൻറ്റു 2 ചെയ്യണത്. 4 ഇൻറ്റു 2 8 + 8 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 3 കിട്ടിയില്ലേ. 3. ആൻസർ ഓപ്ഷൻ സി ആണ്, 3. നെക്സ്റ്റ് റെയിൽവേ എന്നതിന് തന്നിട്ടുള്ള കോഡും സ്റ്റേഷൻ എന്നതിൻ്റെ കോഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആറിൻ്റെ വാല്യൂ 16 ആണ്, 6 18 ആണ്. അതുപോലെ തന്നെ A1 I 9. അപ്പോൾ അങ്ങനെ കറക്റ്റ് ഓർഡറിൽ എഴുതാണെങ്കിൽ സ്റ്റേഷൻ്റെ ആൻസർ വരിക ഏതാണ്? ഓപ്ഷൻ സി ആണ് വരാം കേട്ടോ. ഒരു ക്യൂവിൽ അരുണിൻ്റെ സ്ഥാനം മുമ്പിൽ നിന്ന് 17-ാമതും പിന്നിൽ നിന്ന് 33-ാമതാണെങ്കിൽ ആ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട്? എൻ്റെ ഇക്വേഷൻ n = a + b - 1 ആണല്ലേ. n = a + b - 1 ആണ്. അത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 17 + 33 - 1 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 49. ആൻസർ ഓപ്ഷൻ ഡി, 49. പി എന്നത് ക്യൂവിൻ്റെ തെക്ക് ഭാഗത്തും ആർ എന്നത് ക്യൂവിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുമാണ് എങ്കിൽ പി എന്ന് പറയുന്നത് ആറിൻ്റെ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ സി അല്ലേ വരുന്നത്. തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. ഇനി വിട്ടുപോയിട്ട് എല്ലാ ചിഹ്നങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്നതിൽ ആൻസർ 65 വരണം. അപ്പോൾ അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് വരും? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരാം. ആദ്യത്തെ 4 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം എത്ര? ആദ്യത്തെ 4 അഭാജ്യ സംഖ്യകൾ എന്ന് പറയുമ്പോൾ 2 × 3 × 5 × 7 ചെയ്താൽ മതി അല്ലേ. ചെയ്യുമ്പോൾ എത്ര കിട്ടും? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 210. 87ൻ്റെ ആൻസർ വരുന്നത് 87 വാല്യൂ കണ്ടുപിടിക്കാനാണ്, n കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ 2/3 + 4/5 2/3 + 4/5 ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 22/15 എന്ന് കിട്ടും. 22/15 മൈനസ് ഈ 2 ഇപ്പുറത്ത് കൊണ്ടുവരാം = n അല്ലേ. അപ്പോൾ അത് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? ആൻസർ ഓപ്ഷൻ ബി അല്ലേ, 8/15 ആണ് കിട്ടുക അല്ലേ. 22/15 -2 ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 - 22/15 ചെയ്യുമ്പോൾ 30 - 22/15 എന്ന് വരും അല്ലേ. 30 - അല്ലേ 15 × 2 30 - 22/15 ചെയ്യുമ്പോൾ 8/15 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ശ്രേണിയിൽ അടുത്ത പദം 5 10 30 60 180. ജസ്റ്റ് × 20 ചെയ്ത് അല്ലേ. നോക്കി 5 × 2 ആണെന്നുണ്ടെങ്കിൽ എത്രയാണ്? 10 കിട്ടും. 10 × 3 ചെയ്യുമ്പോൾ 30 കിട്ടും. 30 ×
2 ചെയ്യുമ്പോൾ 60 കിട്ടും. 60 × 180 × 3 ചെയ്യാം. അപ്പോൾ 2നും 3ൻ്റെയും അങ്ങനെ ഇടകലർത്തിയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് × 2 ചെയ്താൽ മതി. 180നെ × 2 ചെയ്താൽ എത്ര കിട്ടി? 360 എന്ന് കിട്ടിയില്ലേ. നെക്സ്റ്റ് ഈ വി ബോർഡ് മാസ് ചെയ്യില്ല, അതുപോലെയാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഏറ്റവും ഉള്ളിലുള്ള ബ്രാക്കറ്റാണ് ചെയ്യേണ്ടത് അല്ലേ. ഏറ്റവും ഉള്ളിലുള്ളത് ആദ്യം തന്നെ ചെയ്യണം. അപ്പോൾ ആദ്യം ഏത് ചെയ്യും? ആദ്യം ഏത് ചെയ്യണം? ഈ 2 + 2 ആദ്യം ചെയ്യണം. അപ്പോൾ 4 കിട്ടും അല്ലേ. പിന്നെ 2 - 2 4 കിട്ടി. പിന്നെ ഈ ബ്രാക്കറ്റാണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ 2 - 2 × 4 കിട്ടി അല്ലേ. 2 × 4 എന്നല്ലേ, കാരണം ഈ ഒരു ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്, അവിടെ ഇൻറ്റു ആണ് വരാം അല്ലേ. ചെയ്ത് നോക്കണോ? ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്രയാണ്? 2 - 2 2 - 2 × 2 + 2. അപ്പോൾ അതിന് തന്നെ ഇത് ചെയ്യണം. അപ്പോൾ 8 കിട്ടും, 4 കിട്ടും. 4 കിട്ടി അല്ലേ. 2 - 2 × 4 പിന്നെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ 8 കിട്ടി. അപ്പോൾ 2 - 8 കിട്ടി. 2 - 8 2 - 8 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 2 - 8 ചെയ്യുമ്പോൾ -6 അല്ലേ കിട്ടാ. -6 കിട്ടി. അപ്പോൾ ഈ ഒരു ബ്രാക്കറ്റ് കംപ്ലീറ്റ് ആയി. ഇനി ബാക്കി നമുക്ക് ഈ 2 - ഉണ്ട്, ഇപ്പുറത്ത് 2 - ഉണ്ട്. അപ്പോൾ 2 - പിന്നെ വീണ്ടും 2 - ഉണ്ട് അല്ലേ. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പം 2 - 2 + 6 ചെയ്യാം. 2 - 2 + 6 ചെയ്യുമ്പോൾ 2 - 8 അല്ലേ. 2 - 8 = 30 -6 കിട്ടി. ക്ലിയർ ആണല്ലോ. ആദ്യം ഉള്ളിലുള്ള ബ്രാക്കറ്റ് ചെയ്യുക, പിന്നെ അങ്ങനെ ചെയ്ത് പോവുക. നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ എങ്ങനെ ചെയ്യാമെന്നുള്ളത്. നമുക്ക് അത് നോക്കാം. അത് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നോക്കിയേ. ആദ്യം തന്നെ ഈ ഉള്ളിലെ ബ്രാക്കറ്റ് ചെയ്യുക. അപ്പോൾ 4 കിട്ടി. അതിനുശേഷം ഈ 2 ചെയ്യുക അല്ലേ, ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 8 കിട്ടും. ഓക്കെ, അപ്പോൾ 8 കിട്ടി. 8 കിട്ടി. -8 കിട്ടി. അതിനുശേഷം നമ്മൾ വീണ്ടും 2 - 8 ഈ ഒരു ബ്രാക്കറ്റ് ചെയ്യുമ്പോൾ -6 കിട്ടി. പിന്നെ വീണ്ടും ഒരു ബ്രാക്കറ്റ് ഉണ്ട് അല്ലേ. നമുക്ക് ഈ 2 ബ്രാക്കറ്റ് വന്ന കാരണം 2 മൈനസ് കൂടി ചേരുമ്പോൾ എന്തായി? പ്ലസ് ആയി അല്ലേ. 2 - എന്ത് കിട്ടി? 2 + 6 കിട്ടി. പിന്നെ ഈ ബ്രാക്കറ്റിനുള്ളിൽ മാത്രം ചെയ്യുമ്പോൾ 8 കിട്ടി അല്ലേ. 8 2 - 8 = -6 കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു മാസത്തിലെ 3 വ്യാഴാഴ്ചകൾ ഇരട്ടക്ക തീയതികളായാൽ ആ മാസം 7-ാം തീയതി ഏത് ദിവസമായിരിക്കും? ഒരു മാസത്തിലെ 3 വ്യാഴാഴ്ചകൾ ഇരട്ടക്ക തീയതിയായാൽ ആ മാസം 7-ാം തീയതി ഏത് ദിവസമായിരിക്കും? എങ്ങനെ ചെയ്താൽ മതി? മാസത്തിലെ 3 വ്യാഴാഴ്ചകൾ ഏതൊക്കെയാണ്? നമ്മൾ ജസ്റ്റ് ഒന്നുമായിട്ടുള്ള നമ്പേഴ്സ് ഇട്ട് നോക്കാം. അപ്പം നമുക്ക് 3ഉം 2ഉം 16, 30 വ്യാഴാഴ്ചകളായിട്ട് വരാം. അതിനുശേഷം നമുക്ക് 7-ാം തീയതിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2-ാം തീയതിയാണ് വ്യാഴാഴ്ച എങ്കിൽ 7-ാം തീയതി എത്രയായിരിക്കും? +5 ചെയ്താൽ മതി അല്ലേ. +5 ചെയ്താൽ 7 തീയതി കിട്ടും. അതായത് നമുക്ക് +5, അതായത് വ്യാഴം കഴിഞ്ഞിട്ട് +5 ദിവസം കൂട്ടിയാൽ മതി അല്ലേ. അപ്പോൾ എത്ര കിട്ടി? ചൊവ്വാന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളിൽ വലുതേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കി, 6/11, 6/14, 6/9, 6/15. എവിടെ എന്താണ്? അംശം സെയിം ആണ്. അംശം സെയിം ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറുത് ഏതാണോ അതായിരിക്കും ഏറ്റവും വലുത്. ആൻസർ ഓപ്ഷൻ ഏതാ വരുന്നത്? 6/9 അല്ലേ. ഓപ്ഷൻ സി ആണ് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒറ്റയാനെ കണ്ടെത്തുക. എങ്ങനെയാണ് കണ്ടെത്താം? ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, ഓരോ അക്ഷരങ്ങളും അവയുടെ പൊസിഷൻ നമ്പറാണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ബിയുടെ നമ്പർ എന്ന് പറയുന്നത് പൊസിഷൻ നമ്പർ 23 അല്ല 22 വരാം. അതിനാൽ തന്നെ അവിടെ നമുക്ക് തെറ്റായിട്ട് വരുന്ന ഇതാണ്, ബി ആണ്. നെക്സ്റ്റ്, ഒരാളുടെ കൈവശം 25 പൈസയുടെയും 50 പൈസയുടെയും ഒരു രൂപയുടെ നാണയങ്ങളുണ്ട്. 12:8:6 എന്ന അനുപാതത്തിലാണിവ. ഇയാളുടെ കൈവശം 260 രൂപയുണ്ടെങ്കിൽ 25 പൈസയുള്ള എത്ര നാണയങ്ങളുണ്ട്? 25, 50 1 രൂപ ഉണ്ട്. 12:8:6 അനുപാതം. 260 രൂപയുണ്ട് ടോട്ടൽ. അപ്പോൾ 25 പൈസ ഉള്ള നാണയങ്ങൾ എത്രയാണ്? ഇങ്ങനെ കണ്ടുപിടിക്കും. ഓരോരുത്തരും ഡിഫറെൻറ്റ് വേസിലായിരിക്കും കണ്ടുപിടിക്കുക. ഒന്നല്ലെങ്കിൽ എക്സ് ഇട്ട് കൊണ്ട് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 25ഉം 50ഉം 1 അല്ലേ.
12, 8, 6. അപ്പോൾ 25 പൈസ 12 എണ്ണം എന്ന് വെച്ചാൽ എത്ര രൂപയായിരിക്കും വരാം? 4 എണ്ണം വരാം അല്ലേ. പിന്നെ അതുപോലെ തന്നെ 50 പൈസ 8 എന്ന് പറയുമ്പോൾ 4 എണ്ണമാണ് വരാം. ഇനി 6 രൂപ എന്ന് പറയുമ്പോൾ 6 എന്ന് വെച്ചാൽ 6 ആണ് വരാം. അപ്പോൾ ഒന്നില്ലെങ്കിൽ ജസ്റ്റ് കൂട്ടിയിട്ട് ഡിവൈഡ് ചെയ്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞ മെത്തേഡ് എന്ന് വെച്ചാൽ എക്സ് കണ്ടുപിടിക്കാനാണ്. അതായത് 12x ഇൻറ്റു 12, 25 പൈസ നാണയങ്ങളുടെ എണ്ണം 12x എന്ന് കൊടുത്തു. 25 പൈസ നാണയങ്ങളുടെ മൂല്യം കണ്ടുപിടിക്കുന്നതിനായിട്ട് 12x ഇൻറ്റു 0.25 ചെയ്തു. അതുപോലെ തന്നെ 50 പൈസ നാണയങ്ങളുടെ എണ്ണം 8x ആണ്. 50 പൈസ നാണയങ്ങളുടെ മൂല്യം ചോദിക്കുകയാണെങ്കിലോ 8xന് 0.5 എന്ന് ചെയ്തു. അതുപോലെ RXന് പിന്നെ എന്തെങ്കിലും ഒന്നായിരിക്കും, RX ആയിരിക്കും. എന്നിട്ട് ഇതെല്ലാം കൂടി കൂട്ടി 260 ഇട്ട് കൊടുത്തിട്ട് ആ ഒരു എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. 20 കിട്ടി. ഇതിന് ശേഷം നമ്മൾ 12x ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ 12 × 20 ചെയ്തപ്പോൾ 240 കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബന്ധം മനസ്സിലാക്കി പൂരിപ്പിക്കുക. 7:343, 9 ആണ് കണ്ടുപിടിക്കുന്നത്. 7ൻ്റെ ക്യൂബാണ് 343, അപ്പോൾ 9ൻ്റെ ക്യൂബ് കണ്ടുപിടിക്കാം. ആൻസർ ഓപ്ഷൻ സി ആണ് വരാം. തുടർച്ചയായ 4 സംഖ്യകളുടെ ശരാശരി 34.5 ആയാലും ഏറ്റവും വലിയ സംഖ്യ ഇതായിരിക്കും. അപ്പോൾ എന്താ x പ്ലസ് x പ്ലസ് 1 പ്ലസ് x പ്ലസ് 2 പ്ലസ് x പ്ലസ് 3 അല്ലേ ബൈ എത്ര ചെയ്യണം? ആകെ ശരാശരി എന്ന് വെച്ചാൽ ആകെ തുക ബൈ ആകെ എണ്ണല്ലേ. അപ്പോൾ ബൈ 4 ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 34.5 കിട്ടണം. അതെങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷനൊക്കെ ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഓപ്ഷൻ സി ആണ് വരാം 36. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3 കുട്ടികളുടെ ശരാശരി വയസ്സ് 15 ആണ്. ഇവർ തമ്മിലുള്ള വയസ്സുകളുടെ അനുപാതം 3:5:7 ആണെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളുടെ വയസ്സ് എത്രയാണ്? അതുപോലെ തന്നെ എക്സ് ഇട്ട് കൊടുക്കുക. എക്സ് ഇട്ട് കൊടുത്തിട്ട് ശരാശരി വയസ്സാണ് നമുക്ക് തന്നിരിക്കുന്നത്. ശരാശരി വയസ്സ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ശരാശരി വയസ്സ് 15 ആണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ വയസ്സുകളുടെ തുക കണ്ടുപിടിക്കുക. അതിനുശേഷം എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് എഴുതാം. നേരത്തെ കണ്ട സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. വാല്യൂസ് മാത്രം, ക്വസ്റ്റ്യൻ ഒന്നും മാറ്റിയിട്ടതെന്ന് മാത്രം. ഓക്കെ, സെയിം മെത്തേഡ് തന്നെയാണ്. നെക്സ്റ്റ് 560 രൂപയ്ക്ക് ഒരു സാധനം വിറ്റപ്പോൾ 20% നഷ്ടം വന്നു. അപ്പോൾ 20% ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് സാധനം വിൽക്കണം? അത് ഓരോരുത്തരും ചെയ്യുന്ന ഡിഫറൻസിലായിരിക്കും. ഇപ്പോൾ വിൽക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിറ്റ് വിലയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ വിറ്റ് വില കണ്ടുപിടിക്കുന്നതിനായിട്ട് ആദ്യം വാങ്ങിയ വില കണ്ടുപിടിക്കണം. വാങ്ങിയ വില കണ്ടുപിടിക്കുന്നതിനായിട്ട് 560 × 100/20 ചെയ്താൽ മതി അല്ലേ. 100/80 ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ വാല്യൂസ് ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ 700 എന്ന് കിട്ടും. 700 വാങ്ങിയ വില. പിന്നെ 700 × 120/100, 700 × 120/100 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ സി 840 കിട്ടും. 2 സംഖ്യകളുടെ ഗുണനഫലം 1320 അവയുടെ ഉസാഗു 6 ആയാൽ സംഖ്യകളുടെ ലസാഗു എത്രയാണ്? അതെങ്ങനെയാണ്? 2 സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുമ്പോൾ 1320 ആണ് അല്ലേ. 1000 അപ്പോൾ 2 സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും വാല്യൂ ഇട്ട് കൊടുക്കുക. A × B = നമുക്ക് അല്ലേ, A × B B എന്നുള്ളത് നമുക്ക് 1320 ഇട്ട് കൊടുക്കാം. 2 സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് 1320 ആണ്. അപ്പോൾ എന്താണ് LCM × HCF = ആണ് നമുക്ക് എന്തിട്ട് കൊടുക്കേണ്ടത്? ഗുണനഫലം ഇട്ട് കൊടുക്കേണ്ടത്. LCM നമുക്ക് തന്നിട്ടില്ല, LCM കണ്ടുപിടിക്കണം. അപ്പോൾ 1320/6 ചെയ്താൽ മതി അല്ലേ. ആൻസർ ഓപ്ഷൻ ഏതാ വരുന്നത്? ബി ആണല്ലേ, 220. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ് വരാം കേട്ടോ. 1 ആണ് വരാം. എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ 1 + 2 × 3 ഇവിടെ നമുക്ക് ഹരണം 6/-1 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഹരണമാണ് ചെയ്യേണ്ടത് അല്ലേ. ആദ്യം ഹരണമാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ബ്രാക്കറ്റ് ചെയ്യണം, അതിനുശേഷം ഹരണം ചെയ്യാം. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് വരാം. 1 ആണ് കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 11, 132, 22 എന്താ ബന്ധം? 11 എന്ന് വെച്ചാൽ 11 × 12 ആണ് 132. അതുപോലെ തന്നെ 22 × 12 ചെയ്ത് നോക്കാം. അപ്പോൾ 264 കിട്ടും. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ എത്രയാണ് മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എത്രയാണ് മാർക്ക് കിട്ടിയത്? 74+ മാർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ എക്സലൻ്റ്, മികച്ച നിലവാരമാണ്. 73 മുതൽ 65 വരെ ആണെങ്കിൽ ഗുഡ് ആണ്. 64 മുതൽ 56 ആണെങ്കിൽ അബവ് ആവറേജ് ആണ്. 55, 48 വരെ ആണെന്നുണ്ടെങ്കിലോ കുറച്ചൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഇനിയും മോഡൽ പേപ്പേഴ്സ് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് LGS മാതൃകയിലുള്ള ചോദ്യ പേപ്പേഴ്സൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ കമ്പനി ബോർഡ് LGSൻ്റെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിൻ്റെയും ഇതുപോലെ തന്നെ PYQ കാണാനായിട്ട് സാധിക്കും.